സ്റ്റെവാൻ ജോവേറ്റിച്ച് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരും എന്ന തരത്തിലുള്ള റൂമറുകളാണ് ഏറ്റവും ശക്തമായിട്ട് ഇപ്പോൾ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മാർക്കസ് മെർക്കലാവ് ഒരു ഉത്തരം തന്നിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. 200 നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. 200 വേണ്ട, ഒരു 500 തന്നെ വെക്കാം. സ്റ്റെവാൻ ജോവേറ്റിച്ചുമായിട്ടുള്ള വീഡിയോ ആയതുകൊണ്ട്. സോ 500 ആണ് നമ്മുടെ ലൈക്കിൻ്റെ ടാർഗറ്റ്. മാക്സിമം എല്ലാവരും അതിലേക്കൊന്ന് എത്തിക്കാനായിട്ട് ശ്രമിക്കാം. എന്തായാലും ഇപ്പോൾ മാർക്കസ് മെർക്കലോവിനോട് ഈ ഒരു സെയിം ചോദ്യം തന്നെ ഒരാൾ ചോദിച്ചു. കുറേ പേര് ചോദിച്ചു. അതിലൊരെണ്ണത്തിൽ അദ്ദേഹം ടാഗ് ചെയ്തുകൊണ്ട് ഉത്തരം തന്നിരിക്കുകയാണ്. അത് ചോദിച്ചിങ്ങനെയാണ്, കുറേ അധികം മീഡിയാസ് പറയുന്നുണ്ടല്ലോ സ്റ്റെവാൻ ജോവേറ്റിച്ച് കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്യും അല്ലെങ്കിൽ ചെയ്തു എന്ന തരത്തിലുള്ള റൂമറുകളുണ്ടെന്ന്. അപ്പോൾ അദ്ദേഹം നൽകിയ മറുപടി എന്ന് പറയുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട് തൻ്റെ കയ്യിൽ ഉത്തരമില്ല എന്നൊരു മറുപടിയാണ് മാർക്കസ് മെർക്കലോവ് തന്നിരിക്കുന്നത്. സോ കുറേ അടുത്ത് എന്നോട് ഇത് ചോദിച്ചിരുന്നു. ബട്ട് എനിക്കതിൻ്റെ ആൻസർ അറിയത്തില്ല. അദ്ദേഹം വരുമോ ഇല്ലയോ, ചർച്ചകൾ നടക്കുന്നുണ്ടോ എന്നുള്ളതിൻ്റെ കാര്യമൊന്നും തന്നെ തനിക്കറിയത്തില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ മാർക്കസ് മെർക്കലോവ് പറഞ്ഞിരിക്കുന്നത്. സോ എന്തായാലും നമുക്കറിയാം കേരള ബ്ലാസ്റ്റേഴ്സ് എപ്പോഴും സീക്രട്ടായിട്ടാണ് പല ഡീലും ചെയ്യാൻ നോക്കുന്നത്. സോ അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. നമുക്കറിയാം അർമാണ്ടോ സദിക്കിനെ സൈൻ ചെയ്യും എന്ന് പറഞ്ഞ സമയത്താണ്, അതായത് പഞ്ചാബും കേരള ബ്ലാസ്റ്റേഴ്സ് രേഖത്തുന്ന സമയത്താണ് FC ഗോവ അത് റാഞ്ചിക്കൊണ്ട് പോയത്. സോ അതുകൊണ്ടൊക്കെ ആയിരിക്കാം അദ്ദേഹവും ഇത് പറയാത്തത്, മാർക്കസ് മെർക്കലോവും ഒരു കാര്യം പറയാത്തത്. സോ എന്തായാലും നമുക്കൊരു ശുഭ പ്രതീക്ഷ വെക്കാം. ഓഗസ്റ്റ് 15 പറയുന്നു. എന്തായാലും നമുക്ക് അതിരിക്കാം.